ഹലോ, ഇറ്റ്സ് ഡേ 9. ഒരു സംഭവം പറ്റിപ്പോയി. ഞാൻ വീഡിയോ എടുത്തതൊന്നും സേവ് ആയില്ല. ഫുള്ളായി. കാര്യം ഞാൻ ഈ പ്രമോഷൻ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായില്ല. അങ്ങനത്തെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അതിട്ടാൽ കുറച്ച് ബോറായി പോകും. അപ്പം ഞാൻ നിങ്ങളോട് ഇന്നും സംസാരിക്കാൻ തന്നെയാണ് വന്നേക്കുന്നത്. പക്ഷേ എനിക്ക് സംസാരിക്കുന്ന വീഡിയോയിൽ കുറച്ച് സപ്പോർട്ട് കൂടുതൽ കിട്ടണ പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എൻ്റെ സംസാരം കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ. ഞാനങ്ങനെ സംസാരിച്ചിടാമെന്ന് വിചാരിച്ചു ഇന്ന്. നിങ്ങൾക്ക് ഡെയിലി ലൈഫ് കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഡേ 9 കഴിച്ച മീല് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ മറന്നു പോയാലാന്ന് വിചാരിച്ചു. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ എനിക്ക് റിസൾട്ട്സൊക്കെ കുറച്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും സൂൺ ഞാൻ ഒരു 1 വീക്കും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ, എന്ത് വ്യത്യാസങ്ങളാണ് വന്നതെന്നൊക്കെ. പിന്നെ ഓക്കെ. പിന്നെ എനിക്ക് കമൻസൊക്കെ വന്നിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. എനിക്ക് ഏറ്റവും ഒരു ഫീലായ ഒരു കമൻ്റ് എന്ന് വെച്ചാൽ ചേച്ചിയെ പോലെയെന്ന്. എനിക്കത് എഴുതി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഫോണിലായതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല. ചേച്ചിയെ പോലെയെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഐ എം സോ ഹാപ്പി. അത് അങ്ങനെയൊക്കെ നമ്മളോട് ഒരാൾ പറയാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാമെന്ന് വിചാരിച്ചാൽ ഐ എം സോ ഹാപ്പി എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ സന്തോഷം ആ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമൻറ്റ് കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷമില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പം നിങ്ങളെങ്ങനെയൊക്കെ എനിക്ക് വീണ്ടും ഇതേപോലെയൊക്കെ മെസ്സേജ് അയച്ചാലും മതി. കമൻറ്റ് ചെയ്യാൻ ആൾക്കാർ താല്പര്യമില്ലാത്തവർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാമിൽ Ocean501 എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. ഐ എം സോ ഹാപ്പി. പിന്നെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർ, പുതിയ ആൾക്കാരും കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഡെയിലി ലൈഫ് കാണാൻ പറ്റും. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കാണിക്കാത്തത് വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ കുറച്ച് അബദ്ധങ്ങളും പറ്റി. പിന്നെ മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ലൈവ് ചെയ്യാൻ എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് അതേപോലെ തന്നെ ഇടണത്. ഒരു എഡിറ്റിങ്ങില്ല, ഒരു ഫിൽറ്ററും ഇല്ല, അതേപോലെ തന്നെ ഞാൻ ഇടണത്. ഈ ഒരു ലൈറ്റിൽ എനിക്ക് കിട്ടണോ അങ്ങനെ. പക്ഷേ ലൈവ് വരാനുള്ള ഞാൻ ലൈവ് ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വരാത്തെ. പിന്നെ എന്താ പറയുക, എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ എൻ്റെ സ്കിൻ കെയർ വീഡിയോ ചെയ്യുമെന്ന് വെച്ചു. ഞാൻ സ്കിൻ കെയർ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് ഒരു ഓർമ്മ. ഇനി ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ അതൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ ആകെ ഫുഡ് 9th ഡേ കഴിച്ചതെന്ന് ഞാൻ പറയാം. അതും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. പക്ഷെ വർക്കൗട്ട് ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പം എന്താണെന്ന് പറയാം കേട്ടോ. ഫുഡ് ഞാൻ മോർണിംഗ് കഴിച്ചത് ജസ്റ്റ് മിൽക്കായിരുന്നു. പക്ഷെ ഞാൻ പീനട്ട് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് മിൽക്ക്. അത് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അവക്കാഡോ സ്മൂത്തിയാണ് എൻ്റെ ഫേവറേറ്റ്, അവക്കാഡോ സ്മൂത്തി. അപ്പോൾ അവക്കാഡോ സ്മൂത്തി കഴിച്ച് പിന്നെ ഒരു മിഡ് മോർണിംഗ് ആയപ്പോഴേക്കും ഞാൻ കഴിച്ചത് ആപ്പിളാണ് കഴിച്ചത്. ആപ്പിൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ കഴിക്കണത് അത് തന്നെയാണല്ലോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് കഴിച്ചത് കീൻവയും പിന്നെ ചിക്കനുമായിരുന്നു. പിന്നെ മിഡ് ഈവനിങ് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചു. വർക്കൗട്ട് ചെയ്തില്ല. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ കോഫി കുടിച്ചായിരുന്നു. ഞാൻ അങ്ങനെ കോഫി കുടിക്കില്ല കേട്ടോ. കാലത്തൊക്കെ ഇപ്പോൾ കുടിക്കണം. പക്ഷേ ഞാൻ ഇന്നലെ കുടിച്ചായിരുന്നു. അപ്പോൾ കോഫി കുടിച്ചു. ഞാൻ ഷുഗർ ഇട്ടിട്ടാണ് കുടിച്ചത്. അല്ലാതെ ഞാൻ എന്തായാലും അങ്ങനെ കോഫി കുടിക്കാറില്ല. ഇന്നലെ ഞാൻ കുടിച്ചായിരുന്നു. കോഫി കുടിച്ച് ഇങ്ങനെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞപ്പം ഒരു കോഫി കുടിക്കാനൊരു കൊതി, അപ്പം അങ്ങനെ കുടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഞാൻ ബസ്മതി റൈസ് ആട്ടോ ഞാൻ യൂസ് ചെയ്യണം. ബസ്മതി റൈസും ചിക്കൻ പ്രോട്ടീൻ, ചിക്കനും എഗ്ഗും വേണമല്ലോ. ചിക്കനാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഫുഡും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെജിറ്റബിൾസും സാലഡ്സും ഒക്കെ ആഡ് ചെയ്യണം. പക്ഷേ ഞാൻ ഇന്നലെ ഒന്നും ആഡ് ചെയ്തില്ലായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. പക്ഷേ എൻ്റെ കാലറീസെല്ലാം കറക്റ്റായിരുന്നു, അക്കൗണ്ടിൽ കറക്റ്റ് വന്നിരുന്നു. അല്ലാതെ ഞാൻ ഇത് സ്കിപ്പ് ചെയ്താണ്, സാലഡ്സ് ഉണ്ടാക്കിയില്ലായിരുന്നു. പിന്നെ കുറച്ച് വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് മടിയായിരിക്കും എനിക്ക്, അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല ഞാൻ. വിച്ച് ഈസ് ഓക്കെ. നമ്മളെല്ലാവരുടെയും പെർഫെക്റ്റ് ആവണമെന്നില്ല. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ചെയ്യാതിരിക്കരുത്, അത്രയേ ഉള്ളൂ. പക്ഷെ ഫുഡ് ഞാൻ കഴിക്കാത്ത ഒരു വ്യക്തി ഇത്രയും ഫുഡ് കഴിക്കുക, അത് വലിയ കാര്യം തന്നെ എന്നെ സംബന്ധിച്ചോളം. അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ റെസിപ്പി ബ്ലൂബെറി സ്മൂത്തി റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതെനിക്ക് ഫേവറേറ്റാണ്. ബ്ലൂബെറി റോൾഡ് ഓട്സ്
ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം, മറന്നുപോയോ എന്ന് വിചാരിച്ചിട്ട്. ഗ്രീക്ക് യോഗോട്ട്, മിൽക്ക് ഇത്രയും ഇട്ടിട്ടാണ് ഞാൻ ഡ്രിങ്ക് ആയിട്ട് മോർണിംഗ് കുടിക്കണത്. എഴുന്നേറ്റിട്ട് വെള്ളം കുടിക്കും, അത് കഴിഞ്ഞിട്ടാട്ടോ ഡ്രിങ്ക് കുടിക്കണത്. ഈ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാണ്. വെള്ളം മസ്റ്റായിട്ട് കുടിക്കണം. അപ്പോൾ ഞാൻ മോർണിംഗ് കുടിച്ച് പിന്നെ വെള്ളം ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. വെള്ളം കുടിക്കാൻ വളരെ മടിയുള്ള ആളാണ്. പിന്നെ ജേർണലിങ്ങിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചായിരുന്നു. ജേർണലിങ് അത് ഞാൻ വേറെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. അത് ഈ വീഡിയോയിലൊന്നല്ല, അല്ലാതെ വല്ല വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇടുമ്പോൾ ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് ഇത്രയും വിശേഷമുള്ളൂ. അപ്പോൾ കഴിച്ച കാര്യമൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. സ്റ്റിൽ യെസ്, വർക്കൗട്ടും ചെയ്തില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കൺസിസ്റ്റൻ്റ് ആവാം. ഇതേപോലെ എനിക്ക് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് അതും ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇടില്ല. ഞാൻ ഇപ്പം എടുക്കുക, അതേപോലെ അപ്ലോഡ് ചെയ്യുക. നോ എഡിറ്റിംഗ്, നത്തിങ്. അതേപോലെ അപ്ലോഡ് ചെയ്യുക. ഞാൻ വിചാരിച്ചു ലൈവ് വന്നാൽ എങ്ങനെയുണ്ടെങ്കിൽ ഇത് തന്നെയല്ലേ സംസാരിക്കണം. പ്രത്യേകിച്ച് ബ്ലബ്ല എടുക്കുക വന്നാലും ഞാൻ അതൊന്നും കട്ട് ചെയ്യണില്ല. നിങ്ങളതൊക്കെ എന്നോട് ക്ഷമിച്ചേക്കണം, അല്ലെങ്കിൽ സഹിച്ചേക്കണം. അപ്പോൾ നിങ്ങളും എൻ്റെ ജേർണിയിൽ കൂടെ നിൽക്കാം. ഇതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുക, അത് വലിയ കാര്യമുള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാം. കൂടുതൽ വീഡിയോസിൽ കൂടുതൽ ഞാൻ ഓരോന്നൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം കറൻ്റ്ലി ഈ വിശേഷമൊക്കെ ഞാൻ പറയാം. പിന്നെ ഇന്നത്തെ വിശേഷമൊക്കെ ഞാൻ നാളെയും പറയാം കേട്ടോ. യെസ്. പിന്നെ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നല്ലോ. അതൊരു Q&Aയിലാണ്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അത് ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്യുന്നില്ല കേട്ടോ, അല്ലാതെ ഞാൻ ചെയ്യാം കേട്ടോ, സെപ്പറേറ്റ് വീഡിയോ. ആൻഡ് താങ്ക് യു. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ആൻഡ് ഐ എം സോ ഹാപ്പി. ഓരോ കമൻറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് ചേച്ചിയെപ്പോലെ, അത് പേര് ഞാൻ മറന്നുപോയി, ചേച്ചിയെപ്പോലെ എന്ന് പറഞ്ഞ ആ ഒരു കമൻറ്റാണ്. ഐ എം സോ ഹാപ്പി. ആരാണേലും എനിക്കറിയാത്ത ഒരാൾ അതെനിക്ക് അനിയത്തി ആയിട്ട് കിട്ടിയല്ലോ. അപ്പം എൻ്റെ ഓരോ ഫോളോവേഴ്സും എൻ്റെ സ്പെഷ്യലാണ്. എല്ലാവരും എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, കമൻറ്റ് ചെയ്യാം. ഐ എം സോ ഹാപ്പി ടു റിപ്ലൈ. എനിക്ക് എന്ത് നെഗറ്റീവ് വന്നാലും അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് വന്നാൽ പോലും ഞാൻ പോസിറ്റീവായിട്ടുള്ള മറുപടി പൊതുവേ കൊടുക്കാറുള്ളൂ. എനിക്ക് അങ്ങനെ നെഗറ്റീവ്സ് വരാറില്ല. നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരുടെ അഭിപ്രായം ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിലേക്കുള്ള സന്തോഷം എനിക്കില്ല. യെസ്. അപ്പം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ Ocean501 എന്നാണ്. അതിൽ ഞാൻ കൂടുതൽ കൊളാബും കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്ത്. അല്ലാതെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇതേപോലെ വീഡിയോസൊക്കെ ഇടാം. അപ്പം ദാറ്റ്സ് ഇറ്റ്. എനിക്ക് സ്പെഷ്യൽ യൂട്യൂബ് തന്നെയാണ്. യെസ്. അപ്പം എല്ലാ വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.